ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഭാര്യയും ഭർത്താവും മരിച്ച നിലയിൽ. ബിജുവും ഭാര്യ ടിൻഡുവുമാണ് മരിച്ചത്. ഇവരുടെ 3 കുട്ടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. പലിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരത്ത് മത്സ്യക്കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓൾ സെയിൻസ് സ്വദേശി സുജിത് കുമാറാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പലിശയ്ക്ക് പണം നൽകിയിരുന്ന സന്തോഷ് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയും തലയിൽ കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയതുറ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒത്തുതീർപ്പിന് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്നാണ് ആരോപണം. അവന്റെ വീട് അവന് പൈസ കൊടുക്കാറുണ്ട്, ഉള്ള മാസമാണ് 40,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായി. മോളെ പഠിപ്പിക്കാനും മത്സ്യക്കച്ചവടത്തിനാണ് വാങ്ങിച്ചത്. പിന്നെ അത് വാങ്ങിച്ച് ഇവൻ വീട്ടിൽ വന്ന് അതിക്രമിച്ച് അവൻ്റെ ഭാര്യയും കൂടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്താ മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മറ്റവൻ കരിങ്കലെടുത്ത് അവനെ ഇടിച്ചു കൊടുത്ത് 5 തൈലുണ്ട് ഈ മരിച്ചെടുക്കണവന്. ഈ കൊച്ചിനെ ചുണ്ടിൽ അടിച്ച് 3 പല്ലും. നമ്മൾ ചങ്ങമൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ട് ഇന്ന് ഞാൻ സ്റ്റാറ്റസ് ചെയ്യുന്നപ്പോൾ FIR എന്നെ കാണിച്ചെന്ന് അവർ പരാതി എടുത്തിട്ടുണ്ടെന്ന് പറയണം. പക്ഷേ ഇതുവരെ അവിടെ വന്നൊരു സാക്ഷിമൊഴി എടുത്തിട്ടില്ല. ആ ഒരു മാനസിക പ്രയാസമാണ് അവനുണ്ടായത്. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ചേട്ടാ ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് ഒരു സാക്ഷിമൊഴി എടുക്കേണ്ടത്, ഇവരെന്താണ് സംഭവിച്ചതെന്ന്. അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം തുടരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. സിംഗുകണ്ടത്ത് 1 ഏക്കറോളം കൃഷിയിടം ആന നശിപ്പിച്ചു.